സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും തീയും പുകയും ആർത്തനാദങ്ങളും മനുഷ്യച്ചോരയുടെയും പച്ചമാംസത്തിൻ്റെയും മനം പുരട്ടുന്ന ഗന്ധങ്ങളും അന്തരീക്ഷത്തിൽ ഘനീഭവിച്ചു നിന്ന 15 മാസങ്ങളിലെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലും പാലസ്തീനിലെ ഹമാസ് അധീനപ്പെടുത്തി വച്ചിരുന്ന ഗാസ പ്രദേശവും സ്വാഭാവികമായ ശാന്തതയിലേക്ക് എത്തുകയാണ്. നിലവിൽ അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ജോ ബൈഡൻ ഖത്തറിനെ മധ്യസ്ഥരാക്കി ഹമാസുമായി നടത്തിയ സമവായ നീക്കങ്ങളുടെയും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടനിലക്കാരുടെ സഹായമില്ലാതെ ഹമാസിന് നേരിട്ട് നൽകിയ ഉഗ്രമായ മുന്നറിയിപ്പുകളുടെയും ഫലമായിട്ടാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ വെടിനിർത്തലെന്ന നാഴികയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കരാർ ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രാബല്യത്തിൽ വരുമ്പോൾ നീണ്ട 450 ദിവസങ്ങളിലെ അടിമത്ത ജീവിതത്തിന്റെ നരകയാതനകൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തിന്റെ വഴിത്താരകളിലേക്ക് ബന്ദികൾ എത്തിത്തുടങ്ങും. മോചനത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്കൻ പൗരന്മാരായ ബന്ദികൾ പുറത്തിറങ്ങുമെന്നാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 42 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ബന്ദിമോചനത്തിന്റെ ഈ ആദ്യഘട്ടം. നിർദ്ദിഷ്ടമായ 5 പ്രദേശങ്ങൾ ഒഴിച്ച് നെറ്റ്സാരിം ഇടനാഴികയിൽ നിന്നും ഇസ്രായേൽ പാലസ്തീൻ അതിർത്തിയിൽ നിന്നും ഏകദേശം 700 മീറ്റർ വരെയുള്ള ജനവാസ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങുകയും ഫിലാഡൽഫി ഇടനാഴിയിലെ സാന്നിധ്യം കുറയ്ക്കുകയും ക്രമേണ ആദ്യത്തെ 50 ദിവസത്തിനുള്ളിൽ സൈന്യം പൂർണ്ണമായും പിന്മാറുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജെറുസലേമിനെ കണ്ട് കൊതിയിളകിയ ഏതോ അധിനിവേശ തീവ്രവാദ ശക്തികൾ പടച്ചുവിട്ട അന്തസ്സില്ലാത്ത തള്ളിക്കയറ്റങ്ങളെ അവകാശമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇറാന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കരുനീക്കങ്ങളാണ് ഹമാസിന്റെ രൂപത്തിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി യുദ്ധങ്ങളായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ബീഭത്സമായ രൂപമായിരുന്നു 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ വിനാശകരമായ ആക്രമണം. ഹമാസിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ഭീകരർ തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി 1200 പേരെ കൊല്ലുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. അതോടെ ഇനിയും ദയ കാട്ടിയാൽ ഈ തീവ്രവാദി സംഘം തങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച ഇസ്രായേൽ അന്തിമ യുദ്ധത്തിന് കളത്തിലിറങ്ങുകയായിരുന്നു. അതാണ് പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ യുദ്ധമായി മാറിയത്. ഇസ്രായേലിന്റെ നിശ്ചയദാർഢ്യത്തിൽ ഇല്ലാതായത് ഹമാസ് മാത്രമായിരുന്നില്ല. അവരെ മുന്നിൽ നിർത്തി ഗറില്ല യുദ്ധമുറകളുമായി രംഗത്തിറങ്ങിയ ലെബനീസ് ഹിസ്ബുള്ളകളും യമനീസ് ഹൂതികളും അവരെ പടച്ചുവിട്ട ഇറാനും കൂടെയായിരുന്നു. ഇസ്രായേലിനെതിരെ നിരന്തരമായി നിലപാടുകളെടുക്കുകയും രാജ്യം ഇറാനിയൻ പ്രോക്സികളായ തീവ്രവാദികളുടെ ഹബ്ബായിരുന്നുവെങ്കിലും ഡിപ്ലോമസി കാട്ടി കാലം കഴിച്ച സിറിയയെ വിമത തീവ്രവാദികൾ കീഴടക്കിയ അതേ ലാപ്പിൽ സിറിയയെയും തച്ചു തകർത്താണ് ഈ 15 മാസങ്ങൾക്ക് ശേഷം ജെറുസലേമും പാലസ്തീനിലെ ഭീകരസംഘവും ബുധനാഴ്ച വെടിനിർത്തലും ബന്ദിമോചനവും ഉറപ്പാക്കുന്ന കരാറിലേക്ക് എത്തിയത്. ഇനിയും മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത അങ്ങേയറ്റം സങ്കീർണമെന്ന് പറയപ്പെടുന്ന ഈ കരാർ ഇസ്രായേലും ഹമാസും മാത്രമല്ല അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ജനുവരി 19 ഞായറാഴ്ച ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ ബന്ദികളിൽ ആദ്യത്തെ 3 പേർ പുറത്തിറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. 7-ാം ദിവസം 4 പേരെ കൂടി മോചിപ്പിക്കും. അതിനുശേഷം ഓരോ 7 ദിവസത്തിലും 3 ബന്ദികളെ വീതം വിട്ടയക്കുകയും അവസാന 14 പേരെ ആദ്യഘട്ടത്തിന്റെ അവസാന ആഴ്ചയിൽ വിട്ടയക്കുകയും ചെയ്യണമെന്നാണ് ധാരണ. ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സേനയെ ക്രമേണ പിൻവലിക്കുന്നതും ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീൻ തടവുകാരെ റിലീസ് ചെയ്യുന്നതടക്കമുള്ള ധാരണകളാണ് കരാറിലുള്ളത്. നിരവധി ക്ലോസുകളുള്ള ഈ കരാർ വിശദാംശങ്ങളുടെ അന്തിമരൂപം ഇന്ന് രാത്രി നൽകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കരാറിന് ഔദ്യോഗികമായി അംഗീകാരം നൽകാൻ ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് രാവിലെ യോഗം ചേർന്നപ്പോൾ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നിലപാടുകളെ മുൻനിർത്തി നിരവധി അംഗങ്ങൾ കരാറിനെ എതിർത്തെങ്കിലും സുരക്ഷാ ക്യാബിനറ്റിലും തുടർന്ന് മുഴുവൻ ക്യാബിനറ്റിലും ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം നേടുന്നതിൽ പ്രതീക്ഷയർപ്പിച്ചായിരുന്നു നെതന്യാഹു മുമ്പോട്ട് നീങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റായി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് ഇതിനിടയിൽ തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ നടത്തിയ പ്രസ്താവനയിൽ ഞങ്ങൾക്ക് നടുവിൽ ബന്ദികൾക്കായി ഒരു ഇടപാടുണ്ട് കിഴക്ക്, അവർ ഉടൻ പുറത്തിറങ്ങും, നന്ദിയെന്നും മറ്റൊരു പ്രസ്താവനയിൽ ഗാസ ഇനിയൊരിക്കലും തീവ്രവാദികളുടെ സുരക്ഷിത താവളമാക്കില്ലെന്ന് ഉറപ്പാക്കാൻ തന്റെ വരാനിരിക്കുന്ന ഭരണകൂടം ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഈ ഐതിഹാസിക വെടിനിർത്തൽ കരാർ തന്റെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന്റെ പരിണിതഫലമാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന്റെയും പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കം എന്ന നിലയിൽ ഇസ്രായേൽ നീതിയുടെ പക്ഷത്ത് തന്നെയാണ്. ഇത്തരം പ്രതിരോധത്തിന് ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയിരുന്നില്ലെങ്കിൽ ഓരോ യഹൂദനും തീവ്രവാദികളാൽ കശാപ്പ് ചെയ്യപ്പെടുമായിരുന്നു. അവർ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഈ ചോരക്കളി തുടങ്ങിവെച്ചത് ഹമാസ് തീവ്രവാദികളാണ്. അവസാനിപ്പിക്കുന്നത് ഇസ്രായേലും. അതിനെല്ലാം നിമിത്തമായിരിക്കുന്നത് ട്രംപിന്റെ 2ാം വരവും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.